ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഈ ഗൂഗിൾ ടി വി സ്ട്രീമർ 4K ഡിവൈസ് എങ്ങനെ ടി വിയുമായി കണക്ട് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ഞാൻ ഇതിൻ്റെ റിമോട്ട് കൺട്രോളർ സെറ്റപ്പ് ചെയ്യാൻ പോവാണ്. ഈ ബാറ്ററി കവർ ഓപ്പൺ ചെയ്തിട്ട് ഇതിലോട്ട് 2 AAA ബാറ്ററീസ് ഇൻസേർട്ട് ചെയ്യണം. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യുക. ഇവിടെ ലൈറ്റ് ചെയ്യണം. അതിനർത്ഥം ഇപ്പോൾ ഈ റിമോട്ട് കൺട്രോളർ ഓൺ ആണ്. ഇതിൻ്റെ കൂടെ നമുക്കൊരു ചാർജറും USB Type-C കേബിളും കിട്ടും. ഈ കേബിൾ നമുക്ക് ഈ അഡാപ്റ്ററിൽ കണക്ട് ചെയ്യാം. എന്നിട്ട് ഈ Type-C പിന്ന് നമുക്ക് ഗൂഗിൾ ടി വി സ്ട്രീമർ 4Kയിലെ ഈ Type-C പോർട്ടിൽ കണക്ട് ചെയ്യാം. നമുക്ക് ഈ ഡിവൈസിൽ എന്തൊക്കെ പോർട്ട്സ് ഉണ്ടെന്ന് നോക്കാം. ഇത് കണ്ടു, ഇതാണ് HDMI ഔട്ട്പുട്ട് പോർട്ട്, ലാൻ പോർട്ട്, പവർ പോർട്ട്, റീസെറ്റ് ബട്ടൺ, LED ലൈറ്റ്. ഞാൻ ആദ്യം ഈ പവർ കേബിൾ USB Type-C പവർ കേബിൾ ഈ പവർ പോർട്ടിൽ കണക്ട് ചെയ്യാൻ പോവാം. ഇവിടെ LED ലൈറ്റ് ഉണ്ടോ? ഇത് ഓണായി. അതിനർത്ഥം ഇപ്പം ഈ ഡിവൈസ് ഓണാണ്. ഇനിയും ഈ HDMI ഔട്ട്പുട്ട് പോർട്ടിലോട്ട് ടി വിയിൽ നിന്നുള്ള HDMI കേബിൾ കണക്ട് ചെയ്യാം. ഇതാണ് ടി വിയിൽ നിന്നുള്ള HDMI കേബിൾ. ഇത് ഈ HDMI ഔട്ട്പുട്ട് പോർട്ടിൽ കണക്ട് ചെയ്യാം. കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് ഈ ഡിവൈസിൽ നിന്നുള്ള കോണ്ടന്റ് ടി വിയിൽ കാണാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ഈ ഡിവൈസ് ടി വിയുമായിട്ട് കണക്ട് ചെയ്യാം. അതിനുശേഷം ഈ റിമോട്ട് കൺട്രോളർ പെയർ ചെയ്യണം. ടി വിയിൽ നമുക്ക് ഈ റിമോട്ട് കൺട്രോളർ എങ്ങനെ പെയർ ചെയ്യാം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് കാണാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ഈ ഡിവൈസ് ടി വിയായിട്ട് കണക്ട് ചെയ്യാം. റിമോട്ട് എങ്ങനെ പെയർ ചെയ്യാം എന്നിവിടെ കാണാം. റിമോട്ട് കൺട്രോളറിൽ ഈ 2 ബട്ടൺസ് ഒരുമിച്ച് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യണം. അങ്ങനെ നമുക്ക് പെയർ ചെയ്യാം. ഇങ്ങനെ നമുക്ക് ഗൂഗിൾ ടി വി സ്ട്രീമർ ടി വിയുമായിട്ട് കണക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക.